നമസ്കാരം. ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി VS, ചീഫ് മെഡിക്കൽ ഓഫീസർ, ശ്രീഹരി ആയുർവേദ ക്ലിനിക് ആൻഡ് പഞ്ചകർമ്മ സെൻറ്റർ, പള്ളിമുക്ക്, ഓടനാവട്ടം. ആയുർവേദത്തിൽ ഋതുക്കളുടെ മാറ്റം അനുസരിച്ചിട്ട് ജീവിതശൈലിയിലും മാറ്റങ്ങൾ നിർദ്ദേശിച്ചിരിക്കുന്നു. ഇതാണ് ഋതുചര്യ. ഋതുക്കളുടെ മാറ്റം അനുസരിച്ചിട്ട് ശരീരത്തിൽ രോഗങ്ങൾ ഉണ്ടാകുവാനും ഉണ്ടായിട്ടുള്ള രോഗങ്ങളുടെ കാഠിന്യം വർദ്ധിക്കുവാനുമുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇത് മുൻനിർത്തിയാണ് ഋതുക്കൾക്കനുസരിച്ചിട്ട് ജീവിതശൈലിയിലും മാറ്റങ്ങൾ ആചാര്യന്മാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. മഴയും തണുപ്പുമായി കാലാവസ്ഥയുടെ പ്രത്യേകത മൂലം കർക്കിടകത്തിൽ പകർച്ചവ്യാധികൾ പിടിപെടുവാൻ സാധ്യതയുണ്ട്. തന്മൂലം ആരോഗ്യകാര്യത്തിൽ നല്ല ശ്രദ്ധ വേണ്ടുന്ന ഒരു മാസം കൂടിയാണ് കർക്കിടക മാസം. കർക്കിടക മാസ ചികിത്സ പ്രധാനമായും 2 തരത്തിലാണുള്ളത്. 1 രോഗചികിത്സ, 2 രോഗപ്രതിരോധ ചര്യകൾ. രോഗചികിത്സ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കർക്കിടകത്തിലെ തണുപ്പിൻ്റെ ആധിക്യം മൂലം ശരീരവേദനകൾ, അതേപോലെ അസ്ഥിസന്ധി സംബന്ധമായ രോഗങ്ങൾ ഇവയൊക്കെ ഉള്ളവർക്ക് അവരുടെ കാഠിന്യം, അസുഖത്തിൻ്റെ കാഠിന്യം കൂടുന്ന ഒരു കാലം കൂടിയാണ്. അതുകൊണ്ട് ഈ കാലയളവിൽ ഈ രോഗങ്ങൾക്കുള്ള ചികിത്സയാണ് രോഗചികിത്സ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മഴക്കാലത്ത് പൊതുവെ പ്രതിരോധശേഷി കുറഞ്ഞിരിക്കുന്ന കാലമാണ്. അതേപോലെ തന്നെ ശരീരബലവും ദഹനശേഷിയും കുറഞ്ഞിരിക്കുന്ന ഒരു കാലം കൂടിയാണ് മഴക്കാലം. ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കുവാനും അതുപോലെ തന്നെ ത്രിദോഷങ്ങളെ സന്തുലിതാവസ്ഥയിലും ആക്കുവാൻ വേണ്ടി ഉതകുന്ന ഒരു ചികിത്സാ പദ്ധതിയാണ് കർക്കിടകത്തിലെ സുഖചികിത്സ. ആയുർവേദം ആന്തരികമായിട്ടുള്ള ബലവർദ്ധനവിനും പ്രാധാന്യം കൊടുക്കുന്ന ഒരു ശാസ്ത്രമാണ്. അതുകൊണ്ടാണ് കർക്കിടക മാസത്തിലെ ഔഷധ കഞ്ഞി പ്രയോഗങ്ങൾ പറയുന്നത്. ഇതിനോടൊപ്പം തന്നെ ഋതുചര്യ അധ്യായത്തിൽ ആചാര്യന്മാർ നിർദ്ദേശിച്ചിരിക്കുന്ന ആഹാരങ്ങൾ, അതായത് വർഷ ഋതുചര്യയിൽ കഴിക്കേണ്ടതായിട്ടുള്ള ആഹാരങ്ങൾ, ചൂടുള്ള ആഹാരങ്ങൾ, തിളപ്പിച്ചാറിയ വെള്ളം, അതേപോലെ കാലാനുസൃതമായിട്ടുള്ള ഫലവർഗ്ഗങ്ങൾ ഇവയും, ഇതോടൊപ്പം വിഹാരങ്ങൾ, അതായത് എണ്ണ തേച്ചുള്ള കുളി, മിതമായിട്ടുള്ള വ്യായാമങ്ങൾ, അതേപോലെ പകലുറക്കം ഒഴിവാക്കുക, ഇതെല്ലാം ശരിയായ രീതിയിൽ പാലിക്കേണ്ടതാണ്. ഇതെല്ലാം കറക്റ്റായി പാലിച്ചു പോവുകയാണെങ്കിൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്തിക്കൊണ്ടു പോകുവാൻ സഹായിക്കുകയും ചെയ്യും.